ഇത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയായി, പ്രതിപക്ഷം വലിയ പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്താ സംഭവിച്ചത് ഇന്ന്? യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ തൻ്റെ പോക്കറ്റിൽ കിടന്ന പൈസ മുടക്കി കേരള ഹൈക്കോടതിയിൽ വന്ന് 2 ക്ലീൻ ചിറ്റ് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കണ്ടിക്കും കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സൗജന്യമായി പിണറായി വിജയനും വീണ തൈക്കണ്ടിക്കും ലഭിച്ചിരിക്കുന്നു. ഒരു പണിയും എടുക്കാതെ കോടതിയിൽ നിന്നൊരു ക്ലീൻ ചിറ്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്താ ഈ കേസ്? കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്ത ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോഡിയിലേക്ക് പോയിട്ട് താൻ മുടക്കിയ ചില പണത്തിന് നികുതി ഇളവ് നൽകണം എന്നാവശ്യപ്പെടുന്നു. അതിലൊരു പണമിടപാട് എന്ന് പറയുന്നത് വീണ വിജയൻ നടത്തുന്ന എക്സാലോജിക്കിന് നൽകിയ 1.72 crores ആണ്. 1,72 രൂപയുടെ ഇടപാടാണ്. അത് പരിശോധിക്കുന്ന ഇൻ്റർമിൻ സെറ്റിൽമെൻറ്റ് ബോർഡ് അവിടെ വീണ തൈക്കണ്ടിയിലെ ഈ എക്സാലോജിക് എന്ന കമ്പനി ഒരു സർവീസും നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തുന്നു. അവരുടെ ഒരു സോഫ്റ്റ്വെയറും അവിടെ ഇല്ല, ഒന്നാമതായി. 2, ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ, IT ഉദ്യോഗസ്ഥർ തന്നെ എഴുതി നൽകുന്നു വീണ തൈക്കണ്ടിയിലെ എക്സാലോജിക്കിൽ നിന്ന് ഞങ്ങൾക്കൊരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന്. അതോടുകൂടി ഈ സെറ്റിൽമെൻറ്റ് ബോഡിയുടെ അന്വേഷണം അവിടെ അവസാനിച്ചു. അപ്പോൾ എന്താ സെറ്റിൽമെൻറ്റ് ബോഡി പറഞ്ഞത്? നോക്കൂ, ചെയ്യാത്ത സേവനത്തിനാണ് നിങ്ങൾ ഈ പൈസ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് നികുതി ഇളവ് നൽകാൻ കഴിയില്ല. അവിടെയാണ് സെറ്റിൽമെൻറ്റ് ബോഡി ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. അവിടെ ഒരു അപ്പീലിന് സാധ്യതയില്ല. കാരണം ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോഡി എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അവരൊരു തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അതിന് അപ്പീൽ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായി. എന്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത്? നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു വരി കൂടി എഴുതി വെച്ചു. ഈ വീണ തൈക്കണ്ടിൽ എന്ന് പറയുന്ന ആൾ സംസ്ഥാനത്തെ വളരെ പവർഫുള്ളായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ് എന്നുകൂടി എഴുതി വെച്ചു. അതോടുകൂടി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളുമൊക്കെ സംശയത്തിൻ്റെ നിഴലിലാകുന്നു. ഇതാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത്. ആ വിവാദം വളരെ ഭംഗിയായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടേക്ക് വളരെ ഗംഭീരമായി തന്നെ പ്രതിപക്ഷം ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രശ്നം എന്താണ്? നോക്കൂ, ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഭരണഘടന നമുക്കെല്ലാവർക്കും ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവകാശം. അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ആർട്ടിക്കിൾ 32 പറയുന്നത് ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റലായ അടിസ്ഥാനപരമായ അവകാശമാണ് എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോഡി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണല്ലോ. അവിടെ സിവിൽ സർവൻസ് മാത്രമല്ല, ജുഡീഷ്യൽ ഓഫീസേഴ്സ് കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് വിളിക്കുന്നത്. ആ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനം യഥാർത്ഥത്തിൽ ഇവിടെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുന്ന ആരെയാണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്യേണ്ടത്? പിണറായി വിജയൻ്റെ ഡിഗ്നിറ്റിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ് സ്ഥാപിച്ച് കിട്ടാനുള്ള അവകാശമുണ്ട്. തന്നെ കളങ്കിതനാക്കി നിർത്തിയിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകണ്ടേ പിണറായി വിജയൻ? വീണ വിജയൻ പോകണ്ടേ? കാരണം എന്താ? എല്ലാവരുടെയും അവകാശമാണ് നമുക്ക് അന്തസ്സായിട്ട് നിൽക്കാൻ കഴിയാമെന്നുള്ളത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പിണറായി വിജയനെങ്കിൽ നമുക്കിത് മാറ്റിവെക്കാം. ഇത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരാളാണ്. അദ്ദേഹത്തെയാണ് കളങ്കിതനാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനം നിർത്തിയിരിക്കുന്നത്. ഇത് റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സുപ്രീം കോടതി പോകണം. പോയില്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? പോയാൽ ആരാണ് അവിടെ സാക്ഷിയായിട്ട് വരിക? ഈ ക്വാസി ജുഡീഷ്യൽ ബോഡിയിലെ ഉദ്യോഗസ്ഥരാണ് സാക്ഷിയായിട്ട് വരിക. സുപ്രീം കോടതി അവരെ വിളിച്ചു വരുത്തുക. അവരെഴുതി വെച്ചൊരു റിപ്പോർട്ടിനെതിരായിട്ട് അവരവിടെ മൊഴി കൊടുക്കുമോ? അവരതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു തിരിച്ചടിയാവുമോ? തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ആ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പിണറായി വിജയൻ അങ്ങനെ ഒരു ലീഗൽ മൂവിന് പോകുന്നില്ല. അങ്ങനെ ലീഗൽ മൂവിന് പോകാതെ നിശബ്ദനായിരിക്കുന്ന പിണറായി വിജയനും എൻഡിയിട്ട് മാത്യു കുഴൽനാടൻ അസലായിട്ടൊരു ലീഗൽ മൂവ് നടത്തി. എന്നിട്ട് വളരെ ഗംഭീരമായിട്ടൊരു ക്ലീൻ ചിറ്റ് എന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിച്ചങ്ങോട്ട് കൊടുത്തു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താ മാത്യു കുഴൽനാടൻ വീഴ്ച പറ്റിയത്? എവിടെയാണ് വീഴ്ച പറ്റിയത്? മാത്യു കുഴൽനാടൻ ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു? മാത്യു കുഴൽനാടൻ പറയുന്നത് വീണ വിജയന് 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്, ആ പണം യഥാർത്ഥത്തിൽ പോകുന്നത് പിണറായി വിജയനിലേക്കാണ്. ഇതിനകത്ത് എതിർകക്ഷി റെസ്പോണ്ടൻ്റ് ഒന്നാമത്തെ ആളാരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ ഒന്നാമത്തെ ആൾക്കാണ് ഈ പണം പോകുന്നത്. അങ്ങനെ ഒന്നാമത്തെ ആളിലേക്ക് ഈ പണം പോകണമെങ്കിൽ പിണറായി വിജയൻ എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കണം, അല്ലേ? അത് തെളിയിക്കണം. നിങ്ങൾക്ക് വെറുതെ ഒരാൾ പണം തരില്ലല്ലോ. ആ പണത്തിന് നിങ്ങളൊരു പ്രത്യുപകാരം ചെയ്യണമല്ലോ. അത് തെളിയിക്കാൻ കഴിഞ്ഞോ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്നാമത്തെ ആരോപണം എന്തായിരുന്നു? പിണറായി വിജയൻ എന്ത് ഫേവറാണ് ചെയ്തത്? നമുക്കറിയാലോ, 2018 2019 ഉണ്ടായിട്ടുള്ള പ്രളയത്തിൻ്റെ കാലത്ത്, ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ധാരാളമായിട്ട് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ ധാതു മണൽ അടിഞ്ഞുകൂടി, അല്ലേ? ആ ധാതു മണലിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇൽമനൈറ്റ് ധാരാളമായിട്ടുണ്ടാകും. ഇൽമനൈറ്റ് ആണ് ഈ പറയുന്ന കരിമണൽ കർത്താവയുടെ കമ്പനിയുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. ഈ ഇൽമനൈറ്റ് ഉള്ള ധാതു മണൽ സംസ്ഥാന സർക്കാർ ഈ കർത്തയുടെ കമ്പനി നൽകി എന്നുള്ളതാണ് ഒരു ആരോപണം. അതാണ് ഒരു ഫേവറായിട്ട് ചെയ്തിരിക്കുന്നത്. കോടതി അത് പരിശോധിച്ചു. എന്നിട്ട് കോടതി എന്താ കണ്ടെത്തിയിരിക്കുന്നത് അറിയാവോ? ഒരു നോമും ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ആ ഇടപാട് നടന്നിരിക്കുന്നത്. 1, 2, അത് നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഫേവറേറ്റിസം?
കോടതി അത് തള്ളുന്നു. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് ലാൻഡ് സീലിംഗ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. ലാൻഡ് സീലിംഗ് മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട് ലാൻഡ് ആക്ട് പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കർത്തയുടെ കമ്പനി സംസ്ഥാന സർക്കാരിന് കൊടുത്തിരുന്നു. ആ സംസ്ഥാന സർക്കാരിന് കൊടുത്ത ആപ്ലിക്കേഷൻ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസിന് കൈമാറിയിട്ട് കൺസേൺഡ് അതോറിറ്റി ആരാ? പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ആണ്. എന്നിട്ട് ഇതിനകത്ത് തീരുമാനമെടുക്കാൻ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു തീരുമാനമെടുക്കുന്നു. ആരാ തീരുമാനമെടുത്തത്? ആലപ്പുഴയിലെ കളക്ടർ ഒരു വലിയ യോഗം, ഉന്നതതല യോഗം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹമാണ് ലാൻഡ് റവന്യൂ ആക്ട് പ്രകാരം ഈ സീലിംഗ് എടുത്ത് കളയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഫേവറിറ്റിസം ആരോപിക്കാൻ കഴിയുക? പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞ എന്തെങ്കിലും തെളിവുണ്ടോ? കർത്തയുടെ കമ്പനിക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തേക്കണം എന്ന് പറഞ്ഞൊരു തെളിവ് ഹാജരാക്കാൻ കഴിയണ്ടേ? ഇവിടെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പിന്നെന്താണ് കോടതി പറഞ്ഞത്? സസ്പീഷൻസ് മാത്രമാണ്, ചില സംശയങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. സംശയങ്ങൾക്ക് ഫാക്റ്റ് ആകാൻ കഴിയില്ല, വസ്തുതയാകാൻ കഴിയില്ല. നോ എവിഡൻസ്, ഒൺലി സസ്പീഷൻ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുന്നത് വഴി യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അവസാനിച്ചു. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനും വസ്തുതാപരമായി മെറ്റീരിയൽ എവിഡൻസ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പെറ്റീഷൻ തള്ളിക്കളയുന്നു എന്നാണ് ജസ്റ്റിസ് കെ ബാബു ഇന്ന് വിധിച്ചിരിക്കുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയമായ തിരിച്ചടി എന്ന് പറയുന്നത്. നോക്കൂ, ഇവർ ഈ കേസിന് പോയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ കുറഞ്ഞ പക്ഷേ ഈ പുകമറ നിൽക്കുമായിരുന്നു അല്ലേ? കേസിന് പോയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിച്ചല്ലോ. അതേപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഈ പറയുന്ന എക്സാലോജിക്കും SFIO അന്വേഷണവും ഒക്കെ വളരെ വലിയ രീതിയിൽ ഉപയോഗിച്ചല്ലോ. അതേ കാര്യങ്ങളാണല്ലോ നിങ്ങൾ ഇനിയും ഉപയോഗിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതുപോലെ തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പല മുനമൂർച്ച കൂട്ടി വെച്ചിരിക്കുന്നൊരു ആയുധമല്ലേ UDFിൻ്റെ കയ്യിൽ ഈ പറയുന്ന SFIOയുടെ അന്വേഷണം എന്ന് പറയുന്നത്. ഈ എക്സാലോജിക് അഴിമതി എന്ന് പറയുന്നത് അത് ഡയറക്റ്റായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് പിണറായി വിജയനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കൂടിയാണല്ലോ. അപ്പോൾ ആ ആരോപണത്തിന് ശക്തി കൂടുമല്ലോ അല്ലേ? ആ ആരോപണത്തിന് വളരെ വേഗത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് സഞ്ചരിക്കുമല്ലോ. അങ്ങനെ ഒരു ആയുധം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ മുനയൊടിച്ച് കളയുന്നൊരു നീക്കമാണ് ഈ കുഴൽനാടൻ നടത്തിയതും ഇന്ന് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ക്ലീൻ ചിറ്റ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പാളിച്ചയായി പോയി എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് വലിയ മതിപ്പാണല്ലേ UDFിനും കോൺഗ്രസിനും ഒക്കെ. കാരണം വിജിലൻസ് മന്ത്രി ആരാണെന്നേ? വിജിലൻസ് മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന വിജിലൻസിലേക്കാണ് മാത്യു കുഴൽനാടൻ ആദ്യം പരാതിയുമായിട്ട് പോകുന്നത്. കാരണം വിജിലൻസ് അങ്ങോട്ട് അന്വേഷിച്ചിട്ട് അതിമനോഹരമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇംപ്ലിക്കേറ്റ് ചെയ്യുമല്ലോ ഈ കേസിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു കേസും കൊടുത്തു കളയാമെന്ന് വിചാരിക്കുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയെ ഞാൻ സംശയത്തോടുകൂടിയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഒന്നേ. ഇപ്പം നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കർണാടകയിലെ ലോകായുക്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഗ്രസീവായ ലോകായുക്ത. ഞാനത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ, ഈ അഗ്രസീവ് എന്നുള്ള വാക്ക്. ഈ കർണാടകത്തിലെ ലോകായുക്ത എന്താ ചെയ്തെന്നറിയാമല്ലോ നിങ്ങൾക്ക്? 2011 അന്ന് സന്തോഷ് ഹെഗ്ഡെയാണ് ലോകായുക്തയുടെ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സന്തോഷ് ഹെഗ്ഡെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മൈനിങ് കേസ് എടുത്തത്. ആ ലോകായുക്തയെ മൈനിങ് കേസ് എടുത്തത്. അന്ന് മുഖ്യമന്ത്രി ആരാ? BS യെദ്യൂരപ്പയാണ്, BJPയുടെ BS യെദ്യൂരപ്പയെ പ്രതിയാക്കിയ കേസ് എടുത്തത്. യെദ്യൂരപ്പയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു. ഈ കേസിന്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ? ഈ പറയുന്ന എക്സാലോജിക്കിന്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ്? ബാംഗ്ലൂരിലാണ് എക്സാലോജിക് കമ്പനി പ്രവർത്തിക്കുന്നത്. SFIOയുടെ അന്വേഷണത്തിനെതിരായിട്ട് വീണ തൈക്കണ്ടിൽ എവിടെയാ പോയത് കേസ്? കർണാടക ഹൈക്കോടതിയിലല്ലേ പോയത്. ഇവർ പോകേണ്ട എവിടെയാണ്? ലോകായുക്തയിലല്ലേ? ഈ കർണാടക ലോകായുക്തയിൽ വളരെ ഇപ്പം പറ്റില്ല. എന്താണ് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം കർണാടക ലോകായുക്ത അല്ലല്ല. ഇവിടെ ഈ കേരള സർക്കാരുമായിട്ട് അതാണ് അവിടുത്തെ പരാജയം. അതാണ് ഞാൻ പറയുന്നത്. ഈ കേസ് ഇങ്ങനെയല്ല പറയേണ്ടത്. പ്രൈവറ്റ് വ്യക്തിക്കെതിരെ വിജിലൻസ് അന്വേഷണം നിൽക്കത്തില്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. അതെ അരുൺ, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് നമ്മൾ വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കേസ് എങ്ങനെയാണ് കൊടുക്കേണ്ടിരുന്നതെന്ന് അറിയാവോ? ഈ കേസിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 13(1)B എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. അതെന്താ? അഴിമതി നിരോധന നിയമമാണ് അല്ലേ? ആ വകുപ്പ് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പബ്ലിക് സർവൻ്റ് ആണെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കൾ വരെ വരും. അവരാരെങ്കിലും ഒരു ഫേവർ നേടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെതിരായിട്ടുള്ള അഴിമതി ആക്ഷേപമാണ്. അതായത് ഇപ്പം ഞാനൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു മോനോ അല്ലെങ്കിൽ മോൾക്കോ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു, സ്നേഹം കൊണ്ടല്ല കൊടുക്കുന്നത് കേട്ടോ. അത് ഞാൻ ആ ഉദ്യോഗസ്ഥനിൽ എന്തെങ്കിലും ഒരു ഫേവർ നേടാനാണ് എങ്കിൽ അത് അഴിമതിയുടെ പരിധിയിൽ വരും. ആ കേസായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്താണ്? വീണ തൈക്കണ്ടിക്ക് 1.72 കോടി രൂപ കൊടുക്കുന്നത് വഴി യഥാർത്ഥത്തിൽ ഇവരെ ഒരു അഴിമതി നടന്നിരിക്കുന്നു, അവരൊരു സർവീസും ചെയ്തിട്ടില്ല. അപ്പോൾ സാക്ഷികളാരാ ഈ കേസിൽ? സാക്ഷികളാകുന്ന ആരാണെന്നറിയാമോ? ക്വാസി ജുഡീഷ്യൽ ബോഡിയിലെ ഉദ്യോഗസ്ഥരാണ്. കാരണം അവരാണിത് കണ്ടെത്തിയിരിക്കുന്നത്, അവരാണിത് വന്ന് പറയേണ്ടത്. അപ്പോൾ കേസ് വേറെയായി. കേസ് അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഫേവർ ചെയ്തു കൊടുത്തു പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ എതിർകക്ഷിയാക്കിക്കൊണ്ട് ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് അടപടലെ പൊളിഞ്ഞു. മറ്റേ കേസാണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന ആർട്ടിക്കിൾ 13(1)B പ്രകാരം അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസ് ലോകായുക്തയിലേക്ക് പോയാലുണ്ടല്ലോ. നമ്മൾ ഏറ്റവും അടുത്ത ദിവസം കണ്ടൊരു കാര്യം എന്താ?
ഈ കർണാടക ലോകായുക്തയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ വിളിച്ചു വരുത്തിയവർ അല്ലേ? മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ വിളിച്ചു വരുത്തി. എന്തിനാണ് വിളിച്ചു വരുത്തിയത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 14 മുഡായിൽ പിന്നെ ഹൗസിംഗ് സൈറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അത് ഒഴിവാക്കേണ്ടി വന്നു സിദ്ധരാമയ്യയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ അവിടെയാണേ, അവിടെ പോയിട്ട് ആ കേസ് കൊടുത്തിട്ട് ഫൈറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിന് പൂർണ്ണമായും പാളി. കോൺഗ്രസിൻ്റെ ആ പാളിച്ച ആർക്കാണ് ഗുണകരമായത്? ഒരു പൈസ ചിലവില്ലാതെ ആർക്കാണ് ഗുണകരമായത്? ഇന്നിപ്പോൾ നമ്മൾ കണ്ടല്ലോ, നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ പ്രേക്ഷകർക്ക്. നിരന്ന് നിന്നാണ് CPM-ൻ്റെ നേതാക്കളും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ പറയുന്നത് ഇപ്പോൾ എന്താ ഈ കേസ് എന്നുള്ളത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ, അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിങ്ങൾക്ക് വിഷയം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം തെളിവില്ലാത്തൊരു കാര്യമാണ് കോടതി ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും ഇത് കേവലം അലിഗേഷൻസും സസ്പീഷനുമാണ്. ദർ ഇസ് നോ മെറ്റീരിയൽ എവിഡൻസ് എന്നൊരു കേരളത്തിലെ ഹൈക്കോടതി, പരമോന്നത കോടതി കേരളത്തിലെ ഹൈക്കോടതിയാണല്ലോ, ആ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് പ്രചരണം നടത്താൻ കഴിയുമെന്നേ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നാവടക്കുന്ന ഒരു നീക്കമാണ്, അല്ലെങ്കിൽ നാവടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് CPM-നാണ്. അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് വീണയ്ക്കും പിണറായി വിജയനുമാണ്. പിന്നെ ആകെപ്പാട് ആശ്വസിക്കാനുള്ള ഒരു കാര്യം എന്താ പറയുക, ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസായിട്ട് ഇതിനെ കാണണ്ട. അത് വിജിലൻസ് കോടതി അങ്ങനെ പരാമർശിച്ചതിനെ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല തെളിവുകളുമായി വീണ്ടും നിങ്ങൾക്ക് സമീപിക്കാം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ വരി ആവർത്തിക്കുന്നു. മാത്യു കുഴൽനാടൻ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പൈസ മുടക്കി കേരള ഹൈക്കോടതിയിൽ വന്ന് 2 ക്ലീൻ ചിറ്റ് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കണ്ടിക്കും കൊടുത്തു എന്നതാണ് ഇന്നത്തെ സംഭവം, ഇന്ന് നടന്നിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. Meet the editors.